NIA-യുടെ വലയിൽ ഒരു ഭീകരൻ കൂടി പെട്ടോ? പോപ്പുലർ ഫ്രണ്ട് ഭീകരനാണ്. വെറും ഭീകരനല്ല, ഇവരുടെ ആയുധ പരിശീലനത്തിൻ്റെ നെടുംതൂണായിട്ടുള്ള ഒരു കൊടും ഭീകരൻ. ഈ കൊടും ഭീകരൻ വർഷങ്ങളായിട്ട് ദുബായിൽ ഒളിച്ചു കഴിയുകയായിരുന്നു എന്നുള്ളതാണ്. ദുബായ് ഇവന്മാരുടെ ഒരു സേഫ് പ്ലേസ് ആയിട്ടാണ് ഇത്രയും നാൾ കണ്ടിരുന്നത്. അവിടെയും NIA വല വിരിച്ചു എന്നുള്ളതാണ്. NIA അവിടെ വല വിരിച്ചു, അവനവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. ഇനി ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ നേരെ വന്ന് വീഴുന്ന NIA-യുടെ കയ്യിലായിരിക്കും. ആദ്യം അവിടുത്തെ പോലീസിൻ്റെ ഇടി കിട്ടും, അവിടുത്തെ ഇൻ്റർനാഷണൽ ഈ പറയുന്ന അന്വേഷണ ഏജൻസികളുടെ കയ്യിലാവും. അവർക്ക് പറയിക്കാനുള്ളത് മുഴുവൻ അവിടെ വെച്ച് ഇടിച്ച് പറയിക്കും. അതിനുശേഷം NIA-ക്ക് കൊടുക്കും. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത്രയും ക്രൂരതകളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് ഭയമുള്ളത് കൊണ്ട് അവിടുന്ന് ചാടിച്ചു. NIA ചാടിച്ചതാണ്. അവിടെ ചെന്ന് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് NIA കൊണ്ടെത്തിച്ചു. NIA-യുടെ വല വിരിക്കലാണത്. NIA ട്രാക്ക് ചെയ്തു ഇവൻ എവിടെയാണുള്ളത് കൃത്യമായിട്ട്. 7 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന കൊടും ഭീകരനാണ് എന്നുള്ളത്. അതെ, അപ്പോൾ അവിടെ ചെന്ന് NIA പൊക്കിക്കൊണ്ട് വരും എന്നുള്ള പല കേസുകളിലും നമ്മൾ കണ്ടതാണ്. NIA-യും കേന്ദ്ര ഏജൻസികൾ, രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ വിദേശത്ത് പോയി ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ ഒളിച്ചിരിക്കാം, ഞങ്ങളുടെ സേഫ് ഹെവനാണിത് എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് കൊണ്ടുവന്നു. അതുപോലെയാണ് ദുബായിൽ നിന്ന് ഒളിച്ചു കഴിഞ്ഞവനോട് NIA കൃത്യമായ നീക്കം നടത്തിയപ്പോൾ പുറത്തു ചാടേണ്ടി വന്നു. പണ്ട് ഈ പറയുന്ന പാമ്പിനെയൊക്കെ നമ്മൾ മാളത്തിനകത്ത് കയറിയിരുന്നാൽ പുകയിട്ടാൽ മതി, അവസാനം അതിന് ഇരിക്കാൻ കഴിയില്ല. എത്ര വിഷമുള്ള പാമ്പായാലും അത് പുറത്തേക്ക് ചാടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു കൊടും വിഷപ്പാമ്പിനെ ഇതാ NIA വലയിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. NIA-ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇയാൾ എവിടെയാണെന്നുള്ളത്. അതിനുള്ള അന്വേഷണം നടത്തി ആ റൂട്ട് പിടിച്ച് NIA കൃത്യമായി എത്തി ദുബായിൽ എവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വരെ കണ്ടെത്തി ഇവനെ അവിടുന്ന് പൊക്കി ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് കൊണ്ടുവരാൻ കൃത്യമായിട്ടുള്ള ഇപ്പം NIA-യുടെ കരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നിസ്സാര രാജ്യമല്ലെന്നേ. മോദിയുടെ കീഴിലുള്ള ഇന്ത്യയാണ് ഇത്. മോദി ഭരിക്കുന്ന, അജിത് ഡോവൽ നേതൃത്വം കൊടുക്കുന്ന അമിത് ഷായുടെ ഇന്ത്യ. ആ ഇന്ത്യക്ക് വലിയ കഴിവുണ്ട്, പവറുണ്ട്. ഈ അന്വേഷണ ഏജൻസികളെയൊക്കെ സ്വതന്ത്രമാക്കി ഫ്രീ ഹാൻഡ് കൊടുത്തേക്കുക. നിങ്ങൾക്ക് ചെയ്യാം, ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിൽ സ്വതന്ത്രമായി ഏൽപ്പിക്കുന്നു. അങ്ങനെ സ്വതന്ത്രമായി ഏൽപ്പിച്ചതിൻ്റെ ഫലമായിട്ട് NIA എന്ന് പറയുന്ന സംഘടന, ഓർഗനൈസേഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക്, ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സുരക്ഷയേകാൻ വേണ്ടി നമ്മളെ സദാ കാത്തു രക്ഷിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. ആ ഏജൻസി നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു, നിരന്തരമായിട്ട് അക്ഷീണം പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ ഭീകരൻ പിടിയിലായതെന്നാണ്. അത് മാത്രവുമല്ല, ഇത് കൊടും ഭീകരനാണ്. NIA ഇയാളെ 2022 PFI നിരോധിച്ച കേസിൽ ഇയാളുണ്ട്. അത് മാത്രവുമല്ല, ഇയാൾ കൈവെട്ട് കേസിലെ പ്രതിയാണ്. അതായത് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസ് അറിയില്ലേ? എത്ര ഭീകരമായിട്ടുള്ള പ്രവൃത്തിയായിരുന്നത്. അതിനകത്ത് ഗൂഢാലോചന ഉണ്ടായിരുന്നു, ആയുധ പരിശീലനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, NIA കണ്ടെത്തിയിരിക്കുന്നു ആയുധ പരിശീലനത്തിൻ്റെ തലവനായിരുന്നു ഇയാൾ. ആയുധ പരിശീലനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ഈ പറയുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി മുഴുവൻ വരും, ആയുധങ്ങൾ കൊണ്ടുള്ള പരിശീലനം വരും. ആയുധ പരിശീലനം എന്ന് പറഞ്ഞാൽ വാള് വെച്ചിട്ട്. ഈ പണ്ട് പറയുമായിരുന്നു നമ്മുടെ നാട്ടുമ്പുറത്ത് അടക്കം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയുധ പരിശീലനത്തിൻ്റെ ഇരയായി കിടക്കുന്ന തെരുവ് നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ബൈക്കിൽ പോയിട്ട് വെട്ടി വീഴ്ത്തും. രാത്രി ഇതാണ് പരിപാടി. അതെ, രാത്രിയിൽ ഈ പരിശീലനമാണ്. അതുപോലെ തന്നെ ആൾ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ച് വെട്ടിപ്പടിക്കുക, ആടിനെയൊക്കെ അറുത്ത് പഠിക്കുക, ഇതൊക്കെ യുവമാരുടെ പ്രവർത്തനമായിരുന്നു. അതുപോലെ ചോര കണ്ട അറപ്പ് മാറണം, കറക്റ്റ് പോയിന്റാണ്. അതാണ് യുവമാർക്ക് വേണ്ടത്. ആൾക്കാരെ വെട്ടുമ്പോഴത്തേക്കും ചോര വരും, അപ്പം പേടിക്കരുതല്ലോ. അതിന് വേണ്ടിയിട്ട് വെട്ടിപ്പടിക്കുക എന്ന് പറയുന്നത് യുവമാരുടെ രീതിയായിരുന്നു. ആ വെട്ടിപ്പടിക്കൽ പരിശീലിപ്പിച്ചിരുന്ന ആളാണ് ഈ ഭീകരൻ. അതുമാത്രവുമല്ല, മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവർക്ക് ഈ വെട്ടിൽ ആദ്യം ശരീരാധ്വാനം, പിന്നെ അത് കഴിഞ്ഞ് വെട്ടും കുത്തും, അത് കഴിഞ്ഞാൽ പിന്നെ തോക്കാണ്, അതും കഴിഞ്ഞിട്ടാണ് മറ്റേ ബോംബ്. അതുകൊണ്ടല്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അപ്പോൾ വെട്ടും കുത്തും തോക്കും കഴിഞ്ഞാൽ പിന്നെ ബോംബ് ഉണ്ടാക്കി കൂട്ടമായ ആൾക്കാരെ കൊല്ലും. ഒരു തോക്കിൽ നിന്ന് ഒരു സമയം, ഒരു സെക്കൻഡിൽ ഒരു ബുള്ളറ്റല്ലേ പുറത്തു പോകുള്ളൂ. ഒരു ബോംബാണെങ്കിൽ ഒരു 19 പേരെ ഒരുമിച്ച് കൊല്ലല്ലോ. അതാവുമ്പോഴേക്കും ചാവേറാകാനുള്ള ഒരു അതെ, അതാവുമ്പോൾ നേരെ പൊട്ടിത്തെറിച്ച് പോയി കഴിഞ്ഞാൽ ഹൂറികളുടെ അടുത്ത് കിട്ടും. അപ്പോൾ ഇരുമ്പ് ചട്ടിയൊക്കെ ഇടുന്ന കഥയൊക്കെ ഇവന്മാർക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തലവനാണ്. അതായത് ഈ ഹൂറികളുടെ അടുത്തേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അയക്കുന്ന ആളാണ് ഈ പറയുന്ന മൊയ്തീൻ കുട്ടി എന്ന് പറയുന്നത്. ഇയാൾ കൈവെട്ട് കേസിലെ പ്രതിയായിരുന്നു. ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ ദുബായിൽ പോയി. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അവിടെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ NIA വേട്ടയാടി.
അത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിടിയിട്ടും എന്നുള്ളത് കാരണം NIA ഇവിടം വിട്ട് പോകുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇറങ്ങുന്നുണ്ട്. പോലീസിൽ നിന്ന് വിവരം കിട്ടാനായിട്ട് സാധ്യതയില്ല. പോലീസ് ഒന്നും അറിയില്ല. കേരള പോലീസിൽ പോപ്പുലർ ഫ്രണ്ട് ഒരുവിധം കണക്ഷനൊക്കെ ഉണ്ടാക്കി പച്ച വെളിച്ചമൊക്കെ വെച്ച് ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ NIA അവിടെ പിടിക്കാൻ പറ്റില്ല. NIA അതുക്കപ്പുറം കടന്നു പോകുന്ന ഒരു ഏജൻസിയാണ്. NIA കൃത്യമായി തൂക്കണമെന്ന് തീരുമാനിച്ചാൽ തൂക്കിയിരിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഭീകരൻ. അപ്പം മറ്റേ ബിഗ് ബിയിൽ പേര് പറഞ്ഞത് മൊയ്തീൻ കുട്ടി. ബിഗ് ബിയിൽ ഒരു ഡയലോഗ് ഉണ്ട്. അത് മമ്മൂട്ടി പറയുന്ന ഒരു മാസ് ഡയലോഗ്. അവൻ്റെ ഉമ്മാടെ ഗർഭപാത്രത്തിൽ നിന്നായിരുന്നു പൊക്കിയിരിക്കുമെന്ന് പറയും. അതാണ് NIA ചെയ്യുന്നത്. അവൻ എവിടെ പോയിരുന്നാലും ശരി തന്നെ, അവൻ ഇനി ഈ പറയുന്ന ദുബായിലല്ല സൗദി അറേബ്യ പോയിരുന്നാലും അവിടെ നിന്നായാലും പൊക്കിക്കൊണ്ടുവരും. ഇത് കളിക്കുന്നത് NIA-യോടാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. അപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇയാൾ വന്നിറങ്ങുന്നു, അവിടെ നിന്ന് പിടിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ്. അപ്പോൾ വൺസ് പണ്ട് പറയുമായിരുന്നു, വൺസ് എ സിമി ആൾവേസ്. ഒരിക്കൽ സിമി ആയവൻ എല്ലാ കാലത്തും സിമി തന്നെയായിരിക്കും. അപ്പൊ സിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമി നിരോധിച്ചപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായത്, NDF. അപ്പൊ അന്ന് ഇവനൊക്കെ പണ്ട് സിമി ആയിരുന്നായിരിക്കും അവർ. പക്ഷേ ഇവൻ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടായി നിൽക്കുന്നു. പോപ്പുലർ ഫ്രണ്ടായി നിന്ന് ഒരു ക്രിമിനൽ കേസ്, ക്രിമിനൽ ആക്ടിവിറ്റി, ഒരു ഭീകര പ്രവർത്തനം, ഒരു മാഷിൻ്റെ കൈ വെട്ടിയ ഭീകര പ്രവർത്തനം നടത്തിയവൻ അതിൽ ശിക്ഷ അനുഭവിച്ചാൽ അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഈ പറയുന്ന ഭീകര പ്രവർത്തനമാണ് നടത്തുന്നത്. ഈ ഭീകര പ്രവർത്തനം നടത്തുക മാത്രമല്ല, ഇവരുടെ സ്വന്തമായിട്ട് ഈ സൈന്യം ഉണ്ടാക്കുന്ന പോലത്തെ പരിപാടിയുണ്ട്. അതായത് ഈ ഫ്രീഡം മാർച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പ് സ്വാതന്ത്ര്യദിനത്തിൽ പരിപാടി നടത്തുമായിരുന്നു. അതിനുശേഷം ഈ ഭീകര പ്രവർത്തനം നടത്തി അതിനു വേണ്ടിയിട്ട് ആൾക്കാരെ സൈനികവൽക്കരിച്ച് സൈന്യം, ഭീകര സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതിൻ്റെ മാസ്റ്റർ മൈൻഡായിരുന്നു ഈ പറയുന്ന മൊയ്തീൻ കുട്ടി എന്ന് പറയുന്നത്. ഇയാൾ എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊടുത്തതായിട്ടും പറയപ്പെടുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ പോയി അവിടെ എല്ലാം ചെന്ന് എങ്ങനെയാണ് വെട്ടേണ്ടത്, എങ്ങനെയാണ് കുത്തേണ്ടത്, എവിടെ വെട്ടിയാൽ ആൾ ചാകും, ഇതൊക്കെയാണ് പരിശീലനം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ അഭിമന്യുവിനെ കുത്തിയ കേസിൽ വലിയ ഒരു ഇതുണ്ടായിരുന്നു. കൃത്യമായിട്ട് ഹൃദയം വരുന്ന ഭാഗത്ത് തന്നെ കുത്തിയിരിക്കുന്നു. അങ്ങനെ കുത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒറ്റ കുത്തിൽ തന്നെ പരമാവധി ബ്ലഡ് അങ്ങ് പോകും, ഹാർട്ട് കേടാവുക. അപ്പം പരമാവധി ചോര അങ്ങ് പോവുക. ചോര പോയി കഴിഞ്ഞാൽ ആൾ മരിക്കും, പിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ കൊലപ്പെടുത്തിയത് ഒരു വൈദ്യ ജ്ഞാനമുള്ള, അനാട്ടമിയൊക്കെ അറിയാമെന്നുള്ള ഒരാളുടെ സഹായത്തോടു കൂടി ആയിരിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ അന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുമോ? ഇന്ന് കണ്ടില്ലേ ഉത്തരേന്ത്യയിൽ ഈ സർവകലാശാലയിൽ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഭാഗമായി പിടിച്ചത് മൊത്തം ഡോക്ടർമാരെയാണ്. ഈ ഡോക്ടർമാരായ എഞ്ചിനീയർമാരായവന്മാർ ഈ പറയുന്ന പോലെ ബോംബുണ്ടാക്കാൻ പരിശീലിപ്പിക്കും, ഇല്ലെങ്കിൽ ഈ പറയുന്ന തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കും, തോക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കും, അത് നന്നാക്കാൻ പഠിപ്പിക്കും, വെടിവെക്കാൻ പഠിപ്പിക്കും. ഈ പറയുന്ന ഡോക്ടർ പഠിച്ചവൻ, മെഡിസിൻ പഠിച്ചവൻ ഇതുപോലെ കൊല്ലാനുള്ള മർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കും. എവിടെ കുത്തണം, എങ്ങനെ കുത്തണം, എവിടെ വെട്ടണം, എങ്ങനെ വെട്ടണം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതിഭീകരമായിട്ടുള്ള പരിശീലനമാണ് ഇവർക്കുള്ളത്. ഇവരുടെ ആയുധ പരിശീലനത്തിൻ്റെ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു ഭീകരനെ പിടിച്ചത് NIA-യുടെ കിരീടത്തിനൊരു പൊന്തൂവലാവും. സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അത്രയും ഭീകരനാണ്. ആ ഭീകരനെയാണ് പിടിച്ചത്. 7 ലക്ഷം രൂപ മലയാളിയായ വളാഞ്ചേരിയിലുള്ള, മലപ്പുറം വളാഞ്ചേരി സ്വദേശി. വളാഞ്ചേരിയിൽ കാര്യങ്ങളൊക്കെ കുപ്രസിദ്ധമാണ്. ഈ പറയുന്ന സ്വർണ്ണക്കടത്ത്, ഹവാല ഇടപാടുകൾ, ഇതെല്ലാത്തിനും കുപ്രസിദ്ധമായിട്ടൊരു കേസ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലുള്ളവർക്ക് ഇരിക്കപ്രതി ഉണ്ടാവില്ല. കേസോട് കേസാണ്. ക്രിമിനൽ കേസുകൾ വളരെയധികം ഉള്ള അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുമ്പോഴാണ് അവിടെ വെച്ച് NIA പൂട്ടിടുന്നത് എന്നുള്ളതാണ്. രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം ഇയാളെ പറ്റിയിട്ടുള്ള വിവരം ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ഘട്ടങ്ങളിലായിട്ട്. ഇനിയും അപ്പോൾ ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. NIA നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പോപ്പുലർ ഫ്രണ്ടുകാരന്മാർ വിദേശത്തൊളിച്ചിരിക്കുന്നവരെ പൊക്കിക്കൊണ്ട് വരുന്നതിൻ്റെ ആദ്യ ഘട്ടമാണിത്. ഇനി നിരന്തരമായി NIA-യുടെ പേര് കേൾക്കുക. NIA അവനെ പിടിച്ചു, ഇവനെ പൊക്കി വിമാനത്താവളത്തിൽ എന്ന് പറഞ്ഞു. ഇവർ ശരിക്കും പറഞ്ഞാൽ NIA-യുടെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനി അങ്ങോട്ട് ഇവന്മാർ എവിടെ മമ്മൂട്ടിയുടെ ഡയലോഗ് ഒരു 10 തവണ നമുക്ക് ആവർത്തിക്കേണ്ടി വരും. NIA അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭീകരന്മാർ എവിടെ പോയിരുന്നാലും ശരി തന്നെ, ഘർമേ ഘുസേഗാ ഭി ഓർ മരേഗാ ഭി എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ വീട്ടിൽ കയറി അടിക്കുമെന്ന് പറഞ്ഞ പോലെ അവൻ എവിടെ പോയി വിളിച്ചാലും അവിടെ പോയി പൊക്കിക്കൊണ്ട് വരും എന്നുള്ളതാണ്. അതിന് അധികം സമയം ഇനി കൂടുതലൊന്നും എടുക്കേണ്ടി വരില്ല. പറന്നിനി ഓരോരുത്തന്മാരെയായിട്ട് പൊക്കിക്കൊണ്ട് വരും. ഒരു 2 വർഷം 2-3 വർഷം മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇതുപോലെ ഭീകരന്മാരെ പൊക്കിക്കൊണ്ട് വന്നിരുന്നു വിദേശത്ത് നിന്ന്. അത് വന്നത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരായിരുന്നു. എങ്കിലും കേരളത്തിലോട്ട് പലപ്പോഴും ഈ ദുബായിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് കൂടുതലുള്ളത് കേരളത്തിലോട്ടൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഭീകരനെയാണ് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ആലുവയിൽ നിന്ന് പൊക്കി. ആരും അറിഞ്ഞില്ല. അതെ, വീട്ടുകാർ പോലും അപ്പോഴാണ് അറിയണത് ഈ ഭീകരനായിരുന്നു എന്നുള്ളത്.
വാർത്ത വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത്. അതാണ് NIA നീക്കം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പിടിച്ചിരിക്കും. ഇനി ബാക്കിയുള്ള ഭീകരന്മാരെയെല്ലാം നമുക്ക് എണ്ണി എടുക്കാൻ കഴിയും. ഓരോരുത്തന്മാരെയായിട്ട് വിദേശ രാജ്യത്തല്ലേ എവിടെ പോയിരുന്നാലും ശരി തന്നെ. മറ്റേ കൈവെട്ട് കേസിൽ ഒരു പ്രതി എത്രയോ വർഷം ആശാരിപ്പണി ചെയ്ത് നടന്നതാ, അവനെയും അവസാനം പൊക്കിക്കൊണ്ട് വന്നു. അതുപോലെ ഓരോ ഭീകരനെയും അധികം വൈകാതെ പിടിച്ചുകൊണ്ടുവരും. ഇവന്മാർ നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും എണ്ണി പറയിക്കും. ഇവന്മാരുടെ പിന്തുടർച്ചക്കാരായി ആരൊക്കെയുണ്ടോ, ഇവന്മാരുമായിട്ട് ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരെ മുഴുവൻ റഡാറിലാക്കിക്കൊണ്ട് അവരെ മുഴുവൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഏതൊക്കെ ഭീകരപ്രവർത്തനം നടത്തിയിട്ടുണ്ടോ അതിനെല്ലാത്തിനും ഉത്തരം പറയിച്ച് അഴിക്കുള്ളിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലെ ഏറ്റവും നല്ല വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഭീകരൻ മൊയ്തീൻ കുട്ടി അറസ്റ്റിലായിരിക്കുന്നു. ഒരിക്കലും ഒരു PFIക്കാരനായാൽ അവൻ അതിൽ നിന്ന് മോചനമില്ല. അവൻ എല്ലാ കാലത്തും PFIക്കാരനാണ്. കൈവെട്ട് കേസിൽ ശിക്ഷിക്കപ്പെടുന്നു, എന്നിട്ട് അത് മതിയാക്കുന്നില്ല. PFI നിരോധിക്കുന്നവരെയും ആയുധ പരിശീലനം കൊടുക്കുന്നു, എന്നിട്ട് വിദേശത്തേക്ക് കടക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള പരിപാടിയായിരിക്കും ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഭീകരനെ NIA പൊക്കിയിരിക്കുന്നു. അവനെ തിരിച്ച് കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടുത്തെ ജയിലിൽ അവൻ ഇനി ശിഷ്ടകാലം കഴിയാമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.